Hello everyone, welcome back to my YouTube channel MakeWithRichu. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ പെൻ സ്റ്റാൻഡാണ്, അല്ലെങ്കിൽ ഡെസ്ക് ഓർഗനൈസർ എന്നും പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു കാർഡ് സ്റ്റോക്ക് പേപ്പർ, പാറ്റേൺ പേപ്പർ, ഒരു പെൻസില്, ഒരു സ്കെയില്, സിസേഴ്സ്, പിന്നെ ഒരു ഫെവിക്കോൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ കാർഡ് സ്റ്റോക്ക് പേപ്പർ നമുക്ക് 20 x 20 സെന്റിമീറ്ററിൽ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ടോട്ടൽ 6 പീസസ് വേണം. നമ്മുടെ കാർഡ് സ്റ്റോക്ക് പേപ്പർ നമ്മൾ 6 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കാർഡ് സ്റ്റോക്ക് പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്ത് ലാസ്റ്റ് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാറ്റേൺ പേപ്പർ 5 x 9 സെന്റിമീറ്ററിൽ 6 പീസസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമ്മുടെ കാർഡ് സ്റ്റോക്ക് പേപ്പറിന്റെ ആ ഒരു ഹാഫ് പോർഷനിൽ അതിലേക്ക് കയറ്റി വെക്കണം. നന്നായിട്ട് കയറ്റി വെച്ചിട്ട് ആ ഹാഫ് പോർഷൻ ഫുള്ള് അപ്പുറത്തെ സൈഡിലോട്ട് നന്നായിട്ട് കയറ്റി വെക്കും. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ലാസ്റ്റ് ഇതാണൊക്കെ നമുക്ക് 6 പീസസും ഫോൾഡ് ചെയ്ത് എടുക്കാം. നമ്മൾ 6 പീസസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ പാറ്റേൺ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തെങ്കിൽ വേറെ കളർ ചാർട്ട് പേപ്പർ എടുത്താലും മതി നടുക്ക് വെക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
എൻ്റെ പാറ്റേൺ പേപ്പർ അവൈലബിൾ ആയിരുന്നുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ചാർട്ട് പേപ്പർ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്താലും മതി. നമ്മൾ 6 പീസസും നന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വരും. ഇനി നമ്മുടെ പെൻ സ്റ്റാൻഡിൽ നമുക്കൊരു ബേസ് കൊടുക്കണം. അതിനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മുടെ പെൻ സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ വരച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസ് ഒരു കാർഡ്സ്റ്റോക്ക് പേപ്പർ വെച്ചിട്ട് ആ കാർഡ്ബോർഡിൻ്റെ അതേ സൈസിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കാർഡ്സ്റ്റോക്ക് പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്സ്റ്റോക്ക് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ കാർഡ്സ്റ്റോക്ക് പേപ്പർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇല്ലേ, അത് ഈ കാർഡ്ബോർഡ് കവർ ചെയ്ത് കൊടുക്കാനാണ്. അത് നമുക്ക് കാർഡ്ബോർഡ് കവർ ചെയ്ത് കൊടുക്കാം. ഇനിയും നമ്മുടെ പെൻ സ്റ്റാൻഡ് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അതിൻ്റെ ബേസിലേക്കല്ല ഗം തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ പെൻ സ്റ്റാൻഡ് ഓരോ ലെയറിലേക്കുമാണ് നമ്മൾ ഗം തേച്ച് കൊടുക്കുന്നത്. എന്നാലേ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം പെൻ സ്റ്റാൻഡിൻ്റെ ബേസ് ഒക്കെ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്റ്റോൺസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്, സിൽവർ കളറ്. നിങ്ങളുടെ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. സ്റ്റോൺസ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.